സർവകലാശാല സിൻഡിക്കേറ്റുകളിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയമം കൊണ്ടുവരുന്നു. സർക്കാർ പ്രതിനിധികളെ ഒഴികെ മറ്റെല്ലാ അംഗങ്ങളെയും വോട്ടെടുപ്പിലൂടെ മാത്രം തിരഞ്ഞെടുക്കുന്ന വ്യവസ്ഥ അടങ്ങുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വിദേശ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ബില്ലിൽ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിയോജിച്ചു. അതോടെ ഈ വ്യവസ്ഥ ഒഴിവാക്കി. 4 വർഷ ബിരുദവും പുതിയ കോഴ്സുകളും സമ്പ്രദായങ്ങളും വരുന്നതോടെ സർവകലാശാലകളെ ഘടനാപരമായി മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. സ്വയംഭരണ സ്ഥാപനങ്ങളായ സർവകലാശാലകളിലെ പരമാധികാര സഭയായ സിൻഡിക്കേറ്റിൻ്റെ ഘടനയിലും അതിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലും വരുത്തുന്ന മാറ്റങ്ങളാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയ ബില്ലിനെ ശ്രദ്ധേയമാക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റുകളിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്ത് നിർത്തി തെരഞ്ഞെടുപ്പിലൂടെ നിയമിക്കണമെന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. സർക്കാരിൻ്റെ പ്രതിനിധികളെ മാത്രമേ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കൂ. സിൻഡിക്കേറ്റുകളിലെ അംഗബലം നിജപ്പെടുത്തുന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട്. വലിയ സർവകലാശാല സിൻഡിക്കേറ്റുകളിലെ അംഗങ്ങളുടെ എണ്ണം 19ആയും ചെറിയ സർവകലാശാല സിൻഡിക്കേറ്റിലെ അംഗബലം 15ആയും നിജപ്പെടുത്താനാണ് ബില്ലിലെ വ്യവസ്ഥ. വിദേശത്ത് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഇതോടെ വിദേശത്ത് സർവകലാശാലകളുടെ ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ അനുമതി നൽകുന്ന വ്യവസ്ഥ ഒഴിവാക്കി. സിൻഡിക്കേറ്റിലേക്കുള്ള നോമിനേഷന് തടയിടുന്നത് സംസ്ഥാനത്തെ സമീപകാല സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണെന്നാണ് സൂചന. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഓക്കെ, എന്തായാലും ഈ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു. നിങ്ങൾക്കറിയാം, അടുത്ത കാലത്തായി ഈ ഗവർണർ രാജ്ഭവനിൽ നിന്ന് ആളുകളെ നേരിട്ട് സർവകലാശാലകളിലേക്ക് അയക്കുന്ന രീതി വന്നതോടെയാണ് സർക്കാരിന് തലവേദന ഉണ്ടായതും പുതിയ തീരുമാനമെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നതും.